നമസ്കാരം. 2017 നടി ആക്രമിച്ച കേസ് സംഭവിക്കുന്നത്. അതിനുശേഷം ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല. പ്രത്യേകിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പലരും പരസ്യമായി പറയാൻ തുടങ്ങിയത് ആ സംഭവത്തിന് ശേഷമാണ്. അമ്മ എന്ന സംഘടനയിൽ നിന്നും പല അംഗങ്ങളും ഭിന്നിപ്പിനോടുകൂടി രാജിവെച്ചു. WCC എന്ന പാരലൽ സംഘടനയുടെ ആരംഭം. പല നടിമാരും അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്ന് പരസ്യ വെളിപ്പെടുത്തൽ. സ്ത്രീ സുരക്ഷയെ അന്വേഷിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തേടി. അതിൻ്റെ കോലാഹലങ്ങളൊന്ന് അവസാനിച്ച് വരുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത് അമ്മ എന്ന താര സംഘടനയാണ്. അതിന് അറിഞ്ഞോ അറിയാതെയോ നടി ആക്രമിച്ച കേസ് ഒരു പ്രധാന സംഭവമാണ്. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മറ്റ് ഇൻഡസ്ട്രികളിലും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങളും ഒരുപാട് പ്രിക്കോഷനുകളും എടുക്കാൻ തുടങ്ങി. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നടി ആക്രമിച്ച കേസ് ഇൻഡസ്ട്രിയിലെ പ്രധാന വഴിത്തിരിവ് തന്നെയാണ്. ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ സംഭവത്തിന് ശേഷം ഉണ്ടായത് പരിശോധിക്കാം. ഇൻഡസ്ട്രിയിലെ പല സീനിയർ നടന്മാർക്കെതിരെയാണ് ലൈംഗിക ആരോപണങ്ങൾ പലരും ഉന്നയിച്ചത്. എന്നാൽ അതിനുവേണ്ടി ആദ്യമായി അമ്മ സംഘടന പ്രതികരിക്കേണ്ടി വന്നു. പ്രതികരണത്തിൽ ആർക്കും തൃപ്തി ഉണ്ടായില്ല. അതിനു പിന്നാലെയാണ് പുതുതായി സ്ഥാനമേറ്റ നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പുതുമുഖ നടി രംഗത്ത് വരുന്നത്. അതിനുശേഷം സ്വമേധയാ അമ്മയിൽ നിന്നും നടൻ സിദ്ദിഖ് രാജിവെച്ചു. പിന്നീട് അമ്മ സംഘടനയുടെ നടത്തിപ്പ് ആഡ്ഹോക് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. പുതുതായി സ്ഥാനമേറ്റ നടൻ സിദ്ദിഖ് രാജിവെച്ചത് അമ്മയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. അമ്മയിൽ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവാനും തുടങ്ങി. പിന്നീടാണ് അമ്മ സംഘടനയിൽ പുതിയൊരു ഇലക്ഷന് തയ്യാറെടുക്കുന്നത്. നടൻ ദേവൻ, ശ്വേതാ മേനോൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. ശ്വേതാ മേനോൻ വമ്പൻ മാർജിനിൽ വിജയം കാണുകയും ചെയ്തു. അമ്മ സംഘടനയിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനമേറ്റത് ശ്വേതാ മേനോനിലൂടെയാണ്. പുതിയ സംഘടന നിലവിൽ വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അമ്മ സംഘടനയിലെ പ്രധാന മാറ്റങ്ങൾക്കെല്ലാം വഴിതെളിച്ചത് നടി ആക്രമിച്ച കേസും പിന്നീടുണ്ടായ WCCയുടെ ആരംഭവും തന്നെയാണ്. സിനിമയിലെ പല മാറ്റങ്ങൾക്കും ഇത് തുടക്കമായി. ഇന്ത്യൻ സിനിമയിൽ ഒന്നാകെ സ്ത്രീ സുരക്ഷ ചർച്ചയാവാൻ തുടങ്ങി. മാത്രമല്ല മറ്റു ഭാഷകളിലെല്ലാം ഹേമ കമ്മിറ്റിക്ക് സമാനമായ റിപ്പോർട്ടുകളെല്ലാം നൽകണമെന്ന് പലരും നടപടികൾ ആരംഭിക്കാനും തുടങ്ങി. പല ചൂഷണങ്ങളും പലരും പുറത്തു പറയാൻ തുടങ്ങി. സ്ത്രീ സുരക്ഷ ഇൻഡസ്ട്രിയുടെ തന്നെ പ്രധാന ഭാഗമായി തന്നെ ഏവരും കണക്കിലെടുത്തു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഒരു പെൺകുട്ടിയുടെ കണ്ണീരിൽ നിന്നാണ്. അത് തന്നെയാണ് ഏവരും ഇന്ന് മുന്നിട്ടിറങ്ങാനും പ്രധാന കാരണമാകുന്നത്.